എല്ലാവർക്കും നമസ്കാരം. ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇന്നെന്നോട് പറയാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഭഗവത്ഗീത യുദ്ധങ്ങളുടെ നിരാകരണവും ശാന്തിയുടെ സന്ദേശവും എന്ന വിഷയത്തെ പറ്റിയാണ്. ഞാൻ ചെറുപ്പം മുതൽ പഠിച്ചു വന്നത്, ഇപ്പോൾ എനിക്ക് 81 വയസ്സായെങ്കിലും ഒരു 60-65 വയസ്സ് വരെ ഞാൻ പഠിച്ചത് ശ്രീകൃഷ്ണൻ്റെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അർജുനനെ യുദ്ധോത്സുകനാക്കുന്ന, എല്ലാ ഉപകരണങ്ങളും താഴെ എറിഞ്ഞ് നിരാശനായിരിക്കുന്ന അർജുനനെ, ബന്ധുക്കളോട് യുദ്ധം ചെയ്യേണ്ട എന്ന് വിചാരിച്ച് ആയുധങ്ങളൊക്കെ താഴെ ഇട്ടിരുന്ന അർജുനനെ യുദ്ധോത്സുകനാക്കാൻ ഭഗവാന്റെ ഉപദേശങ്ങൾ പറ്റി എന്ന ഒരു ധാരണയിലാണ് ഞാൻ ഭഗവത്ഗീത പഠിച്ചത്. എനിക്ക് തോന്നുന്നത് ഭാരതത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ എങ്കിലും മിക്കവാറും ആചാര്യന്മാരൊക്കെ അർജുന യു ഗെറ്റ് അപ്പ് ആൻഡ് കട്ട് ഹിസ് ത്രോട്ട് എന്ന രീതിയിൽ ദുര്യോധനാദികൾ ദുഷ്ടന്മാരും പാണ്ഡവാദികൾ മഹാന്മാരും എന്നുള്ള രീതിയിലുള്ള ഒരു ധാരണയുണ്ടാക്കാൻ പലപ്പോഴും പഠനങ്ങൾ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നും ഞാൻ പറയുന്നില്ല, ബിക്കോസ് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതേപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. യുദ്ധോത്സുകനാക്കാൻ ഒരിക്കൽ പോലും ഒരു ഭഗവാന്റെ സാമീപ്യം പോലും പ്രയോജനപ്പെടില്ല എന്നാണ് പഠിക്കേണ്ടത് എന്ന് ഗുരു വ്യക്തമായി എൻ്റെ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു. അതായത് ശ്രുതി സ്മൃതി ഈ രണ്ട് പഠനങ്ങളിൽ ശ്രുതി അധിഷ്ഠിതമായ പഠനങ്ങളാണ് നാം ഉൾക്കൊള്ളേണ്ടത്. ഭഗവത് കാരുണ്യത്തിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർ തീർച്ചയായും കാലത്തിന് അഴിവില്ലാത്ത, ഏത് കാലത്തും സത്യമായിരിക്കുന്ന ശ്രുതിയെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ പഠനങ്ങൾ നടത്താറുള്ളൂ. അപ്പോൾ ശ്രുതി അധിഷ്ഠിതമായി ഭഗവത്ഗീത യുദ്ധത്തിനല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശ്രോതാക്കളാകുന്നവരോട് ഞാൻ അപേക്ഷിക്കുകയാണ്, ആർക്കെങ്കിലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ പഠിപ്പിച്ചവരെ ഒന്നും കുറ്റം പറയാൻ പോകാതെ നമുക്ക് സ്വന്തമായി 701 അല്ലെങ്കിൽ ചില 700 ശ്ലോകങ്ങളിൽ ഒരിടത്ത് പോലും യുദ്ധത്തെപ്പറ്റി വർണ്ണിക്കുകയോ യുദ്ധത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി സൂചിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഇന്ന് തന്നെ പോയി നിങ്ങൾക്ക് നോക്കാം. അങ്ങനെ ഒരു പഠനം നമുക്ക് തന്ന ശ്രീകൃഷ്ണ പരമാത്മാവിനെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. യുദ്ധോത്സുകനാക്കാനുള്ളവരെ ഒരു മഹാത്മാവിനെ, അർജുനൻ നിസ്സാരക്കാരനല്ല, പാണ്ഡവരിലെ ഏറ്റവും ശക്തനെന്ന് പറയാൻ നമ്മളെയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന ശക്തനായ മഹാത്മാവാണ് അർജുനൻ. അർജുനനെ യുദ്ധോത്സുകനാക്കാൻ ഇതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഭഗവത്ഗീതയിൽ യുദ്ധം ഒരു വിഷയമേ അല്ല. ഭക്തിയോഗവും ധ്യാനയോഗവും കർമ്മയോഗവും ഇങ്ങനെ ഓരോ യോഗങ്ങളെ പറ്റിയൊക്കെ അധ്യായങ്ങൾ പറയുന്നുണ്ട്. 18 അധ്യായങ്ങൾ. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഭഗവത്ഗീത വേറിട്ടൊരു ഗ്രന്ഥമല്ല. മഹാഭാരതത്തിൽ വ്യാസമഹാപ്രഭു ചേർത്തിരിക്കുന്ന ഭഗവത്ഗീത അടർത്തി മാറ്റി 18 അധ്യായങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് വ്യക്തതയോടുകൂടി പഠിപ്പിക്കുകയാണ് ചെയ്തത്. അതിന് മഹാത്മ്യമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അതിനെ അടർത്തിയെടുത്ത് മാറ്റിയത്. അടർത്തിയത് തെറ്റാണെന്നല്ല പറയുന്നത്. നമ്മൾ തീർച്ചയായും പഠിക്കേണ്ടത് യുദ്ധത്തിനല്ലാത്ത ഒരു ഗീതയെ പറ്റിയാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജ് പഠിപ്പിക്കുന്നത് വരെ
ഇത് യുദ്ധത്തിനാണെന്നൊരു തെറ്റിദ്ധാരണയിലാണ് ഞാനിത് കൊണ്ട് നടന്നത്. അപ്പോൾ തീർച്ചയായും ഞാൻ എൻ്റെ ശ്രോതാക്കളോട് ഒരു വളരെ ബഹുമാനപൂർവ്വം പറയുകയാണ്, ദയവായി നമ്മുടെ ഒരു ഗ്രന്ഥത്തിലും ഒരു ഉപനിഷത്തിലും യുദ്ധമോ അല്ലെങ്കിൽ ആക്രമമോ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഒരു പഠനം കിട്ടുമ്പോൾ യുദ്ധോത്സുകനാക്കുകയായിരുന്നു ലക്ഷ്യമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപത്തെപ്പറ്റി ഒന്ന് പെരുപ്പിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു. അർജുനനിലെ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു ഉണർവുണ്ടാക്കി യുദ്ധത്തിന് തയ്യാറാകുമായിരുന്നു. ആയുധം താഴെ എറിഞ്ഞ് ഞാൻ എൻ്റെ ബന്ധുക്കളോട് യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ ആൾ, നമ്മൾ നേരത്തെ ഓർക്കേണ്ടത്, ഈ ബന്ധുക്കളെല്ലാവരും കൂടി ദ്രോണാചാര്യരും തൻ്റെ സ്വന്തം ആചാര്യനും മുത്തശ്ശനും ഭീഷ്മാചാര്യനും കൃപാചാര്യനും എല്ലാം കൂടി ഉള്ള ഒരു സദസ്സിൽ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയ മഹാത്മാവാണ് അർജുനൻ. അപ്പോൾ ഭഗവാന്റെ 18 അധ്യായങ്ങളിലൂടെ എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ എന്തുകൊണ്ട് യുദ്ധം ചെയ്തു, ഭഗവാനല്ല അർജുനൻ എന്തുകൊണ്ട് താഴെ വീണ എനിക്കെല്ലാം മനസ്സിലായി എന്നും അങ്ങയുടെ ആ അത്ഭുത രൂപം കൂടി കാണിച്ചിരുന്നതായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ കണ്ട ഒരു യോദ്ധാവെന്ന് പറയാൻ പറ്റില്ല, ഒരു മഹാത്മാവ് എന്തുകൊണ്ട് പിന്നീട് താഴെയിട്ട ആയുധങ്ങളെയൊക്കെ എടുത്ത് യുദ്ധം ചെയ്തു എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാകാം. ഈ ചോദ്യം റെലവൻ്റാണ് താനും, യുക്തിസഹമാണ് താനും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യുദ്ധത്തിന് ഒരുമ്പെടുന്ന അർജുനൻ എന്തുകൊണ്ട് ഈ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ആ വിശ്വരൂപം കാണുകയും എന്നിട്ട് എനിക്കെല്ലാം മനസ്സിലായി എന്ന മണ്ടത്തരം പറഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കാനും ഇടയുണ്ട്. ആ ചോദ്യവും വളരെ പ്രസക്തമാണ്. ഇനിയും അർജുനൻ യുദ്ധം ചെയ്യുന്നില്ല എന്നിരിക്കട്ടെ, മഹാഭാരത യുദ്ധം അല്ലെങ്കിൽ കുരുക്ഷേത്ര യുദ്ധം നടന്നില്ലായിരുന്നു എങ്കിൽ, അർജുനൻ പിന്മാറുകയാണെങ്കിൽ തീർച്ചയായും പരാജയം സമ്മതിച്ചുകൊണ്ട് അർജുനൻ പിന്മാറുകയാണെങ്കിൽ തീർച്ചയായും യുദ്ധം നടക്കുകയില്ല. കാരണം ഭീമസേനനും മറ്റുള്ളവർക്കും എല്ലാ ആളുകളും കൂടി ശ്രമിച്ചാലും അർജുനനില്ലെങ്കിൽ യുദ്ധം ചെയ്യാനാവില്ല. അപ്പോൾ അർജുനനെ എന്തുകൊണ്ടാണ് യുദ്ധത്തിന് പ്രേരിപ്പിച്ചതെന്നൊരു വളരെ വ്യക്തമായ ഒരു ചോദ്യം നമുക്ക് സ്വാഭാവികമായിട്ട് വായനക്കാരനുണ്ടാകാം. ഇനിയും അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയെങ്കിൽ മഹാഭാരത യുദ്ധം കഴിഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യുദ്ധം കൊണ്ട് ഈ രാജ്യം കയ്യിൽ കിട്ടുമെന്നും ശാന്തി ഉണ്ടാകുമെന്ന് ധർമ്മപുത്രർ ഉൾപ്പെടെയുള്ള എല്ലാവരും തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷേ യുദ്ധം കഴിഞ്ഞ് നമ്മൾ കാണുന്നുണ്ട്, ഇവർ അല്പസമയത്തിനുള്ളിൽ തന്നെ അശാന്തരാകുന്ന സ്ഥിതി. അങ്ങനെ അശാന്തിതമായ ഒരു അറ്റ്മോസ്ഫിയർ യുദ്ധം ചെയ്താലും ഉണ്ടാകും എന്ന് യുദ്ധം കഴിഞ്ഞ് മാത്രമേ അനുഭവിക്കാനൊക്കുള്ളൂ. യുദ്ധം ചെയ്യാതെ പിന്മാറിയിരുന്നെങ്കിൽ യുദ്ധാനന്തരം എന്താകുമായിരുന്നു പാണ്ഡവരുടെ അല്ലെങ്കിൽ യുദ്ധത്തിനൊരുമ്പെടുന്ന എല്ലാ വ്യക്തികളുടെയും, നമ്മൾ യുദ്ധക്കൊതിയരായ അനേക നേതാക്കന്മാരെ, തന്ത്രജ്ഞന്മാരെ എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് പലരെയും യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന അനുഭവങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. ഇവരെല്ലാം, അലക്സാണ്ടർ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇവരൊക്കെ യുദ്ധം കഴിഞ്ഞ് ശാന്തി അനുഭവിച്ചോ ഒരു നിമിഷമെങ്കിലും വെട്ടിപ്പിടിച്ച് പോയതല്ലാതെ ഈ വെട്ടിപ്പിടിച്ചെടുത്തുനിന്ന് ആളുകൾക്കോ അല്ലെങ്കിൽ വെട്ടിപ്പിടിക്കാൻ പോയവർക്കോ ശാന്തി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇതുപോലെ തന്നെ മഹാഭാരത യുദ്ധത്തിന് തീർച്ചയായും ഒരുമ്പെട്ട് പോകുന്ന അർജുനരും പാണ്ഡവരും ഒരിക്കലും
ശാന്തിതമായ ഒരു അവസ്ഥയിലെത്തിയില്ല എന്നൊരു സത്യം ബോധ്യമാക്കാൻ കൂടിയാണ് ഈ ഭഗവത്ഗീതയിലെ 18 അധ്യായങ്ങൾ വഴി നമുക്ക് ഈ വളരെ വ്യക്തമായ, ലോകത്ത് ഒരിക്കലും ഒരിടത്തു നിന്നും കിട്ടാത്ത ഈ യോഗങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. തീർച്ചയായും ഇത് നമ്മുടെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ കാണുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആണ് ഞാൻ കാണുന്നത്. ഇനി നമുക്ക് നോക്കാം. നമ്മൾ അന്ധനായ ധൃതരാഷ്ട്രരെ കാണുന്നുണ്ട്. അന്ധനാണെങ്കിലും പുത്രവാത്സല്യം കൊണ്ട്, കർണൻ കൂടെ ഉള്ളത് കൊണ്ട് നമ്മുടെ ദുര്യോധനന് വളരെയേറെ ശക്തൻ ആണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും കർണൻ അപാര ശക്തിമാനാണ്, അർജുനനേക്കാളും ശക്തിമാനാണ്, തർക്കമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ശക്തനായ ഒരു ഭരണാധികാരിയുടെ സഹായി എന്ന് പറഞ്ഞാൽ മതി. വേറെ രാജ്യം കൊടുക്കുകയൊക്കെ ചെയ്ത് ആവശ്യമില്ലാത്ത ഒരു കഥകൾ ഇതിനോട് കൂട്ടിച്ചേർക്കുന്നില്ല. നമ്മുടെ ഉദ്ദേശം അത്ഭുതകരമായ രീതിയിൽ യുദ്ധത്തിനല്ലാത്ത ഭഗവത്ഗീത ആളുകളിൽ എത്തിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. അതിന് ഈ പ്രസ്ഥാനത്തിനോട് എനിക്ക് എത്രമാത്രം കടപ്പാടുണ്ട് എന്നുള്ളത് കൂടി ഞാനൊന്ന് സൂചിപ്പിക്കുകയാണിപ്പോൾ. നമ്മൾ ചെയ്യേണ്ടത്, ശരിക്ക് അന്ധനായ ഭർത്താവിന് ഭാര്യ കൂടി അന്ധത സ്വയം കൈവരിച്ചാൽ എങ്ങനെ രാജ്യത്ത് ശാന്തി കിട്ടും? ശരിക്ക് ധൃതരാഷ്ട്രയുടെ ഭാര്യ ഗാന്ധാരി ചെയ്യേണ്ടിയിരുന്നത് യുദ്ധത്തിന് കണ്ണു മൂടിക്കെട്ടാതെ സ്വയം അദ്ദേഹത്തിന് കണ്ണായി പ്രവർത്തിക്കുന്ന, ഹെൽപ്ഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളിലും സഹായിയായി നിന്നുകൊണ്ട്, ഉത്തമയായ സ്ത്രീയായിട്ടാണ് പറയുന്നത്. നമ്മൾ ഗാന്ധാരിയെ വളരെ ഉത്തമയായ സ്ത്രീയായിട്ടാണ് വർണ്ണിച്ചു പോരുന്നത് വ്യാസഭഗവാൻ. പക്ഷെ നമ്മൾ കാണേണ്ടതും കാണാതെ പോയതുമായൊരു കാര്യം, യുദ്ധാവസാനം ഈ ഗാന്ധാരി ഭഗവാനെ ശപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ മഹാഭാരതം ഗീതയും ആയി സെപ്പറേറ്റായി പഠിക്കാതെ മഹാഭാരതം മൊത്തം പഠിച്ചാൽ മാത്രമേ ഇതെല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ ഒക്കുകയുള്ളൂ. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, തീർച്ചയായും ഇത്തരം ഉത്തമമായ ഒരു കൃതിയെ നമ്മൾ എന്തുകൊണ്ടോ വേണ്ട പ്രാധാന്യം കൊടുക്കാതെ തള്ളിവിട്ടു. ഇനിയും ഭഗവാന്റെ ഉപദേശങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ആയുധങ്ങളും ഭടന്മാരും ഒക്കെ കൗരവർക്ക് കൊടുത്തു. ആ രംഗങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അർജുനൻ ആവശ്യപ്പെട്ടത് ഭഗവാൻ കൂടെ ഉണ്ടാകണമെന്ന് മാത്രമാണ്. ഭഗവാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, സ്വയം തേരാളി ഒരിക്കലും യുദ്ധം ചെയ്യുന്നില്ല. അപ്പോൾ തേരാളിയായി സ്വയം നിന്ന ഭഗവാൻ, യുദ്ധം ചെയ്യാത്ത ഭഗവാൻ എങ്ങനെ ഇവർക്ക് ശക്തി പകരും എന്നുള്ളത് മനസ്സിലാക്കേണ്ടതും ആണ്. അപ്പോൾ ഗാന്ധാരി കണ്ണു മൂടിക്കെട്ടാതെ ധൃതരാഷ്ട്രർക്ക് ശരിക്കൊരു മാർഗദർശിയായി കഴിയേണ്ട ഒരു ഉത്തമ സ്ത്രീയാണ്. ഭഗവാനെ അവസാനം ശപിക്കുന്നു എങ്കിലും വ്യക്തിപരമായ ഒരു ലിമിറ്റേഷൻ, കുറവ് ആ അമ്മയിൽ കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതും വ്യാസഭഗവാൻ വ്യാസോത്കൃഷ്ടം, അതായത് വ്യാസഭഗവാൻ പറയാത്തതൊന്നും ലോകത്തൊരു മഹാത്മാവും ഒരു കൃതിയും ഒരു കൃതികാരനും ഇതുവരെ രചിച്ചിട്ടില്ല എന്നുള്ളത് ഈ ജഗത്തിൻ്റെ ഉച്ഛിഷ്ടമാണ്, ബാക്കിയല്ല എന്ന് പറയുന്നത് 100% ശരിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എത്രയോ മഹാത്മാക്കൾ ലോകത്തുണ്ട്. വ്യാസന് തുല്യം വ്യാസൻ മാത്രമാണുള്ളത്. പിന്നീട് വന്നത് ശങ്കര മഹാപ്രഭു. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ യുദ്ധമില്ലാത്ത ഒരവസരം നമുക്ക് കിട്ടി. ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ നിത്യജീവിതത്തിൽ ഒരിക്കലും
യുദ്ധം കൊതി അല്ലെങ്കിൽ മാത്സര്യമില്ലാതെ ജീവിക്കാൻ എങ്ങനെ ഭഗവാൻ കാണിച്ചു തന്ന വഴി ഉപയോഗിക്കാം എന്നുള്ളതാണ് തീർച്ചയായും നമ്മൾ അനുവർത്തിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു എന്നിരിക്കട്ടെ, അപ്പോൾ യുദ്ധം ചെയ്യുവാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിതാമഹാൻ, ഒന്നിൽ കൂടുതൽ പിതാമഹനായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ, ഭീഷ്മ പിതാമഹൻ മാത്രമേ ഉള്ളൂ. ആ ഭാഗങ്ങളൊക്കെ എടുത്ത് വായിക്കുക തന്നെ വേണ്ടി വരും. ഞാൻ പറയാൻ വന്നത് യുദ്ധത്തിനല്ല ഭഗവത്ഗീത എന്ന ഒരു വസ്തുത, ഒരു സത്യം നമ്മളെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ്. സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജ് ഈ അത്യത്ഭുതകരമായ രീതിയിൽ യുദ്ധത്തിനല്ലാത്ത ഗീത വ്യക്തമായി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ കണ്ണൂർ, എറണാകുളം, വൈറ്റില, തൃപ്പൂണിത്തുറ അഭയം, അങ്ങനെ 6 സ്ഥലം, പാല, അങ്ങനെ 6-7 സ്ഥലങ്ങളിൽ പോയി ഇത് പഠിച്ചിട്ടുണ്ട്. ഒരിടത്ത് പോലും യുദ്ധത്തിൻ്റെ ലവലേശം പോലും ഒരു 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 ചരിവ് പോലും ഇല്ല കാണിക്കാതെ വ്യക്തതയോടുകൂടിയാണ് അദ്ദേഹം അത് വിവരിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഈ സ്വാതന്ത്ര്യാനന്തര കാലത്തും സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുമ്പും ആളുകളെ എനർജൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഉത്തേജിതരാക്കാൻ വേണ്ടിയിട്ട് മഹാത്മാഗാന്ധി, ഗോഖലെ, ഇങ്ങനെ ഒരുപാട് ആളുകൾ ഭഗവത്ഗീതയെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ വായിച്ചു എന്ന് പറയുന്നില്ല. പക്ഷേ ഇവരുടെയൊക്കെ ഉദ്ദേശം ടു മേക്ക് ദം ആക്റ്റീവ്, ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് ഭഗവത്ഗീതയെ കോട്ട് ചെയ്യേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. സ്വന്തം മാതാവിനെ ഈ പാരതന്ത്ര്യത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വഴി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടിയിരുന്നത്. അത് ഉപയോഗിക്കാതെ പോയത് നമ്മുടെ കുറ്റമല്ല. തീർച്ചയായും ഇത് നമ്മുടെ ഒരു പ്രാരബ്ധമായിട്ട് തന്നെ എടുക്കണം. ഈ അനേകായിരം യുദ്ധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ലോകത്ത് തന്നെ. അപ്പോൾ ഈ യുദ്ധങ്ങൾക്ക് ആയുധം സജ്ജീകരിച്ചിട്ടും ഒട്ടേറെ ആയുധപ്പുരകൾക്ക് തീ പിടിച്ചിട്ടും അതിൻ്റെ ഉറവിടമായ കാമത്തിൻ്റെ കേന്ദ്രബിന്ദുവിനെ തിരിച്ചറിയാൻ പരിഷ്കാരിയായ മനുഷ്യന് കഴിയാതിരിക്കുമ്പോൾ തൻ്റെ അന്തരംഗത്തെ മൈൻഡിനെ കൃഷ്ണനായും കാമനയുടെ പ്രതീകങ്ങളെ കൗരവാദികളായും, പാണ്ഡവർ മാത്രം യോഗ്യരും മറ്റവർ കൊള്ളരുതാത്തവരുമാണെന്നൊരു തെറ്റിദ്ധാരണ എന്തുകൊണ്ടോ ജനങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, കൗരവരെ ഇഷ്ടപ്പെടാത്തത് പാണ്ഡവർക്ക് മാത്രമാണ്, ബാക്കി ഒരു ആളുകൾക്കുമില്ല. അപ്പോൾ തീർച്ചയായും ഈ കാമനയുടെ പ്രതീകങ്ങളാണ് ഇവർ രണ്ടു കൂട്ടരും. ഭഗവാൻ മാത്രം നമുക്ക് യുദ്ധത്തിന് എതിരായി ചിത്രീകരിച്ചിട്ടുള്ള ഒരു ഗീതയാണ് നാം പഠിക്കേണ്ടത്. എന്തുകൊണ്ടോ പഠിക്കാതെ പോയതും. ഇനിയും അപ്പോൾ അടുത്തൊരു ചോദ്യം ചോദിക്കും, കുരുക്ഷേത്ര യുദ്ധം നടന്നില്ലേ? 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് ചരിത്രങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ തീർച്ചയായും ഒരു അന്വേഷണം നടത്തിയാൽ 11 അക്ഷൗഹിണി സൈന്യം കൗരവ സൈഡിലും 7 അക്ഷൗഹിണി പാണ്ഡവ സൈന്യവും ഉള്ളത്. അപ്പോൾ ലക്ഷക്കണക്കിന് സൈന്യങ്ങൾ, ഭടന്മാർ യുദ്ധം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആനകളെ യുദ്ധത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. 10,000 കണക്കിന് കുതിരകളെ ഉപയോഗിച്ചിട്ടുണ്ട്. ആനകൾ, കുതിരകൾ, ഭടന്മാർ
തേര്, ഇതൊക്കെ ആയിരക്കണക്കിന് അല്ല പതിനായിരക്കണക്കിന് ഉപയോഗിച്ചിട്ടും ഖനനം നടത്തിയെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഇരുമ്പിൻ്റെ കഷണം പോലും ഇതുവരെ കിട്ടിയതായി തെളിഞ്ഞിട്ടില്ല. തീർച്ചയായും താല്പര്യമുള്ള തൽപര കക്ഷികൾ ഇത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി തൻ്റെ വേണുവുമായി ഞാൻ ഇതിനകത്ത് സ്വാമിജിയുടെ വാക്കുകൾക്ക് പകരം വെക്കാൻ വാക്കുകൾ എന്നെ കൂടെ നല്ല ഒരുമാതിരി ആരെക്കൊണ്ടും ഒക്കില്ല എന്നാണ്. ഞാൻ ഇതുവരെ 30 പുസ്തകങ്ങൾ ഇറക്കിയെങ്കിലും ഇതുവരെ എനിക്ക് ബോധ്യമായിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, ആ മഹാത്മാവ് പറഞ്ഞ വാക്കുകൾക്ക് പകരം വെക്കാൻ വാക്കുകൾ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ തീർച്ചയായും ഇതുകൂടെ കോട്ട് ചെയ്യുകയാണ്. ഗീതോപദേശം നൽകിയ കൃഷ്ണൻ കാലിക്കൂട്ടങ്ങളും ഗോപാംഗനമാരും വൃന്ദാവനവും അമ്പാടിയും കാളിന്ദിയുമൊക്കെ കണ്ണനെ പഠിപ്പിച്ച മുക്തമനോഹരങ്ങളായ സന്ദേശങ്ങളും പേറി കുരുപാണ്ഡവരുടെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അവർക്കൊരിക്കലും പഠിക്കാൻ കഴിയാത്ത പ്രേമത്തിൻ്റെ ഗീതയുമായാണ് ആ കണ്ണൻ എത്തിയിട്ടുള്ളത്. യുദ്ധഭൂമിയിൽ യുദ്ധം നടന്നു എങ്കിൽ ഞാനിപ്പോഴും വിചാരിക്കുന്നില്ല മറ്റുള്ളവർക്ക് യുദ്ധം ഉണ്ടായി എന്നും ഇവരെയൊക്കെ കൊന്നു എന്നും ഒക്കെ ചിന്തിക്കാം. അതിനൊന്നുമില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ ചിന്താഗതിയിൽ ചിന്തിക്കുന്നതിന് തെറ്റില്ല. പക്ഷേ അങ്ങനൊരു യുദ്ധം ഭഗവാന്റെ നേതൃത്വം ഉള്ള ഒരു സ്ഥലത്ത് നടക്കില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ, ഒരു വ്യക്തിയാണ് ഞാൻ. ഇനിയും ഭരദ്വാജൻ്റെയും അശ്വലായനൻ്റെയും ഒക്കെ ചിന്തകളിൽ ഉരുത്തിരിഞ്ഞ യുദ്ധവൈദഗ്ധ്യം പഠിപ്പിക്കാനല്ല ആ സർവചരാചര പ്രേമി യുദ്ധഭൂമിയിലേക്ക് എത്തിയതെന്നും പ്രത്യേകം നാം ഓർക്കേണ്ടതാണ്. സർവചരാചര പ്രേമിയിൽ ദുര്യോധനാദികളെ ഒഴിച്ചു നിർത്താൻ അദ്ദേഹം തയ്യാറാവില്ല. സർവചരാചരങ്ങൾ, മനുഷ്യനെ മാത്രമല്ല സർവചരാചരങ്ങളെയും പ്രേമിക്കുന്ന ആ സർവചരാചര പ്രേമി അവർക്കൊരിക്കലും പഠിക്കാൻ കഴിയാത്ത പ്രേമത്തിൻ്റെ ഗീതയുമായാണ് ആ മഹാത്മാവ് യുദ്ധഭൂമിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എത്തിയത്. ഇത് വ്യാസഭഗവാന്റെ ഒരു കൽപ്പനയായിട്ട് എടുക്കുകയായിരിക്കും കുറേ കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുകയാണ്. ഇനിയും കണ്ണനിൽ നിന്ന് ഒരു യുദ്ധതന്ത്രത്തിൻ്റെയും വിദ്യകളൊന്നും നമുക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല. ഇതൊരു സത്യമാണ്. ഇപ്പം യുദ്ധത്തിൻ്റെ ഒരവശിഷ്ടവും നമുക്ക് കിട്ടാത്തതുപോലെ തന്നെ ഒരു യുദ്ധതന്ത്രത്തിൻ്റെയും കാര്യം ഭഗവത്ഗീതയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുമില്ല. അത് നാം മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യുദ്ധമുണ്ടാക്കാനായിരുന്നെങ്കിൽ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തെപ്പറ്റി പറയാം. അതുപോലെ 6 7 സംഭവങ്ങളെ വ്യക്തതയോടുകൂടി അർജുനനെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മാത്രം മതി. ഈ കർമ്മയോഗവും ഭക്തിയോഗവും ഒരു യോഗവും പഠിപ്പിക്കാൻ അദ്ദേഹം തുനിയേണ്ടതില്ല. തട്ടളിയ എന്ന് അളിയനെന്നാണ് നമ്മൾ വച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇത് യുദ്ധം ചെയ്യിപ്പിക്കാൻ ഒരു വിഷമവും ഭഗവാന് ഇല്ല എന്നുള്ളതാണ് സത്യം. ഇനിയും സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ, ഈ അത്യന്ത സുന്ദരമായ ഗീതയുടെ സന്ദേശം യുദ്ധത്തിൻ്റെ മാറ്റൊലികൾക്കിടയിൽ നാം മറന്നു പോവുകയും അഥവാ യുദ്ധ ഉത്സുകരായ പാണ്ഡവ കൗരവരോട് ചേർന്ന് നാമും ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയും മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്ക് ചെയ്യുന്നത് ഈ ഒരു മഹായുദ്ധം അല്ലെങ്കിലും ചെറിയ യുദ്ധം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ വാസനകളാണ്, പ്രതിബദ്ധതയാണ്, എന്നിൽ കിടക്കുന്ന ദുഷ്ടചിന്തകളാണ്, ദുഷ്ടവാസനകളാണ് ഈ ചിന്തയ്ക്ക് അടിസ്ഥാനം എന്ന് മനസ്സിലാകും. സാമ്പ്രദായിക രീതിയിൽ എന്താണ് ഗീതയുടെ പൊരുളെന്ന് ശ്രീശങ്കരനെ പോലെയുള്ള
ആചാര്യവരിഷ്ഠന്മാർ വളരെ മുമ്പേ വെളിവാക്കി നമുക്ക് തന്നിട്ടുള്ളതാണ്. എന്തുകൊണ്ടോ അത് സാധാരണക്കാരനിൽ എത്താതെ പോയി. ആ കുറവ് സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജ് പരിഹരിച്ച് തന്നിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യവും വ്യക്തതയോടെ ഞാൻ പറയുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പല സ്ഥലങ്ങളിലായി സ്വാമിജി നടത്തിയ ഗീതാ പ്രഭാഷണങ്ങളിൽ നിന്ന് ലഭ്യമായവ വെച്ച് ഞാനൊരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കോട്ട് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും യുദ്ധം ഉണ്ടാകാത്ത വ്യാസഭഗവാന്റെ ഭാവനാസൃഷ്ടി എന്ന് നമുക്കെടുക്കാൻ കഴിയുന്ന നിരാകരണം. ഈ പുസ്തകം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്കിതിനൊരു പേരിടാൻ പോലും കഴിയാതെ പോകുന്നു. സ്വാമിജിയെ സമീപിച്ചപ്പോൾ ഉടൻ തന്നെ മറുപടി പറഞ്ഞു, ഭഗവത്ഗീത ഹൈഫൻ യുദ്ധങ്ങളുടെ നിരാകരണവും ശാന്തിയുടെ സന്ദേശവും. ശാന്തിയുടെ സന്ദേശമായ ഗീതയെ പഠിപ്പിക്കാൻ ആ മഹാത്മാവ്, ആ മഹാഗുരു ശ്രമിച്ചു എന്നുള്ളത് ചാരിതാർത്ഥജനകമാണ്. അദ്ദേഹം പഠിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇപ്പോഴും 30 ബുക്കുകൾ ഇറക്കിയെങ്കിലും ബാക്കിയുള്ളതും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. വൈദ്യശാസ്ത്രത്തിലും വേദാന്തത്തിലും ഒരുപോലെ നിഷ്ണാതനായ ഒരു മഹാപ്രഭുവിനെ നമുക്ക് കിട്ടിയത് ഉപയോഗപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കണമെന്ന് ഒരപേക്ഷ മാത്രമാണ് എനിക്കുള്ളത്. ഇനിയും നമുക്ക് ഒരു പൂർണ്ണമായ ഒരു വിവരം കിട്ടാതെ പോയി. ഇതൊരു സത്യമാണ്. നമ്മുടെ മഹാത്മാക്കൾ എന്തുകൊണ്ടോ ശ്രദ്ധിക്കാതെ പോയി. അതിന് കുറ്റം കണ്ടുപിടിക്കാനൊന്നും അല്ല ഞാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ ഒരു ഉന്നതനായ ഒരു ആചാര്യൻ വന്ന് നമുക്കിതിന് ഡയറക്ഷൻ തന്നതിന് ശേഷം തീർച്ചയായും യുദ്ധത്തിൻ്റെ വഴിയിലേക്ക് നമ്മൾ തിരിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു മർമ്മം മാത്രമാണ് പറഞ്ഞത്. അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ എന്ന അഭിപ്രായമുള്ളവർക്ക് വേണ്ടിയിട്ട് 3-4 ശ്ലോകങ്ങൾ ഞാൻ എഴുതിയ പുസ്തകം എല്ലാവർക്കും അത് ഞാൻ കാണിച്ചു തരാം. ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ആദ്യം കയ്യിൽ കിട്ടിയ ഒരു ഇത് തന്നെ പറഞ്ഞുതരാം. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാശുച. ഇത് 1866 ഇതാണ് ഗീതയുടെ സിദ്ധാന്ത ശ്ലോകം. ദൃശ്യങ്ങളാകുന്ന സമസ്ത ധർമ്മങ്ങളിൽ നിന്നും പിൻവാങ്ങൂ അർജുന എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യൂ അർജുന എന്ന് എങ്ങനെ വ്യാഖ്യാനിക്കും എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏകവും അദ്വയവും സമസ്തവുമായിരിക്കുന്ന ദൃക്കിൽ നീ നിൽക്കൂ. യു ബി ഇൻ ദാറ്റ്. ദൃക്കിൽ നീ ഉറച്ചു നിൽക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ യുദ്ധങ്ങളും അവിടെ അവസാനിക്കുന്നു എന്ന് ഭഗവാൻ അർജുനന് മാർഗനിർദ്ദേശം ചെയ്യുകയാണ്. അവിടെ പരമശാന്തിയും ഉണ്ടാകുന്നു. ഇതാണ് ഗീതാധർമ്മം. ഇതിന് ഏകാന്ത ഭക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് നാമകരണം ചെയ്യാം. ദൃശ്യങ്ങളായ വസ്തുക്കളിൽ ഭ്രമിച്ചിട്ടാണ് നമ്മൾ യുദ്ധകളത്തിലെത്തുന്നത്. എല്ലാ വ്യക്തികളും ദൃശ്യങ്ങളായ വസ്തുക്കളിൽ ഭ്രമിച്ചിട്ടാണ്. ജാഗ്രത് വിഷയങ്ങളും സ്വപ്നങ്ങളുമാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. അങ്ങനെ യുദ്ധത്തിലെത്തിയവന് പരമശാന്തി ഒരിക്കലും കിട്ടിയതായി ഒരു രേഖയും ഒരിടത്തും ഒരു രാജ്യത്തു നിന്നും നമുക്ക് കിട്ടുന്നില്ല. ദൃശ്യങ്ങളായ വസ്തുക്കളിൽ ഭ്രമിച്ചിട്ടാണ് നമ്മൾ യുദ്ധകളത്തിലെത്തുന്നത്. ഭ്രമം തീർന്നാൽ യുദ്ധമില്ല. ഗീതാകാരൻ മനോഹരമായി ഇത് അവതരിപ്പിക്കുന്നുണ്ട് വേറൊരിടത്ത്. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷൂപജായതേ സംഗാത് സംജായതേ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹാത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. ഇത് 2-ാം അധ്യായത്തിലെ 62-63 ശ്ലോകങ്ങളാണ്. വിഷയത്തെ ധ്യാനിക്കുന്ന പുരുഷന്
സംഘമുണ്ടാകും. യാതൊരു തർക്കവുമില്ല. വിഷയം ധ്യാനിക്കുന്ന വ്യക്തിക്ക് സംഘമുണ്ടാകും. ഇനി സംഘത്തിൽ നിന്ന് കാമം, കാമത്തിൽ നിന്ന് ക്രോധം, ക്രോധത്തിൽ നിന്ന് സമ്മോഹം, സമ്മോഹത്തിൽ നിന്ന് സ്മൃതിഭ്രംശം. അങ്ങനെ സ്മൃതിഭ്രംശത്തിൽ നിന്ന് ബുദ്ധിനാശവും അതിനെ തുടർന്ന് പ്രണാശവും സംഭവിക്കുമെന്ന് വളരെ വ്യക്തമായി അദ്ദേഹം പറയുകയാണ്. ആര്? ഗീതയുടെ 2-ാം അധ്യായത്തിലെ 62-ാമത്തെ ശ്ലോകവും 63-ാമത്തെ ശ്ലോകവും. ഒന്നുകൂടെ ഞാൻ പറയാം. ധ്യായതോ വിഷയാൻ പുംസ സംഘസ്തേഷൂപജായതേ സംഘാത് സംജായതേ കാമ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശ്യതി. സർവനാശത്തിന് കാരണം എവിടുന്ന് തുടങ്ങുന്നു? കർമ്മത്തിൽ നിന്ന്. അതിൻ്റെ സ്റ്റേജ് വൈസ് ഡെവലപ്മെൻറ്റാണ്. കാമം, കാമത്തിൽ നിന്ന് ക്രോധം, ക്രോധത്തിൽ നിന്ന് സമ്മോഹം, സമ്മോഹത്തിൽ നിന്ന് സ്മൃതിഭ്രംശം, സ്മൃതിഭ്രംശത്തിൽ നിന്ന് ബുദ്ധിനാശം, ബുദ്ധിനാശാൽ സർവനാശം. ഇത് വളരെ സ്റ്റെപ്പ് വൈസ് ഡെവലപ്മെൻ്റ് എന്ന് പറയാൻ പാടില്ല. സ്റ്റെപ്പ് വൈസ് ഡിറ്റീരിയറേഷൻ എന്ന് പറയുകയായിരിക്കും കുറേ കൂടെ ശരി. നാശം. ഇനി ഭാഗവതകാരൻ പറയുന്ന കാര്യം കൂടെ ഒന്ന് സൂചിപ്പിച്ചേക്കാം. അപ്പോൾ വിഷയാൻ ധ്യായതസിത്തം വിഷയേഷു വിഷജതേ, ഈ വിഷയം തന്നെ അവിടെ പറയുന്നുണ്ട് ഭാഗവതത്തിലും. മാം അനുസ്മരത സിത്തം മയ്യേവ പ്രവിലീയതയെന്ന്. ഇത് അറിഞ്ഞു പ്രവർത്തിച്ചാൽ നമുക്ക് ശാന്തി ലഭിക്കും. ഇനി വിഷയത്തിൻ്റെ അടുത്തിരിക്കുന്നവരെ വിഷയങ്ങൾ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി ബന്ധിക്കുമ്പോൾ ബന്ധനം അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ വികാരങ്ങളും ബന്ധനത്തിനുള്ളിൽ നിൽക്കുമ്പോൾ മാത്രമാണുള്ളത്. ആ ബന്ധനത്തിൻ്റെ കണ്ണി ഒന്ന് വിട്ടാൽ ഭിദ്യതേ ഹൃദയഗ്രന്ഥി സിദ്ധ്യന്തേ സർവസംശയ ക്ഷീയന്തേ ജാസ്യ കർമാണി തസ്മിൻ ദുഷ്ടേ പരാവരേ. ഇനിയും ആ പരാവരയെ ദൃക്കിനെ സ്പർശിച്ചാൽ ഹൃദയഗ്രന്ഥികൾ പൊട്ടുമെന്ന് പറയുന്നുണ്ട്. മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരുദിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാന്തളാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാരാംബുജാരൂഢ സുധാ സാരാഭിവർഷിണി തടില്ലതാ സമരുചി ഷഡ്ചക്രോപരി സംസ്ഥിത. സർജന പ്രക്രിയയുടെ പ്രജാപതിയായ ബ്രഹ്മാവ് കളിക്കുന്നത് കൊണ്ടാണ് ബ്രഹ്മഗ്രന്ഥികളെല്ലാം ഭേദിക്കുന്നത്, അത് ഉണ്ടാകുന്നത്. ആ ബ്രഹ്മഗ്രന്ഥിയെ തന്നെ ഭേദിക്കുന്നവളായ ജ്ഞാനദേവത സരസ്വതി ഒന്ന് കടാക്ഷിച്ചാൽ ബ്രഹ്മഗ്രന്ഥി പൊട്ടുന്നതോടെ സൃഷ്ടിന്മുഖങ്ങളായ എല്ലാ ചോദനകളും ആഗ്രഹങ്ങളും അവനിൽ നിന്ന് അറ്റുപോകും. അവനുണ്ടാക്കി നിലനിർത്തണമെന്നും നിലനിന്ന് കാണണമെന്നും രണ്ടക്ഷരങ്ങളിൽ ആഗ്രഹിക്കുന്നതിന് അർത്ഥമില്ലാതാകും. വൈഷ്ണവമായിരിക്കുന്ന സ്ഥിത്യുന്മുഖമായ ഒരുവൻ്റെ ചിന്ത ഈ അപരോക്ഷാനുഭൂതിയിലെത്തുന്നതോടെ ഇല്ലാതാകും. അവനെതിരായി നിന്നതിനെയെല്ലാം സംഹരിച്ചു തീർക്കുന്ന അവനിലെ സംഹാരചിന്തയും രുദ്രഗ്രന്ഥിയും അറ്റുപോകും. എല്ലാ ഗ്രന്ഥങ്ങളിലും ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനിയും നമുക്ക് നോക്കാനുള്ളത് ഇതുപോലെ പ്രത്യേകമായിട്ട് കോട്ട് ചെയ്യാനൊക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, എല്ലാം കോട്ട് ചെയ്യാൻ പ്രധാനപ്പെട്ടത് തന്നെയാണ്, വളരെ പ്രധാനപ്പെട്ടത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഈ വിഷയത്തിന് എത്ര പറഞ്ഞാലും സ്വാമിജി പറഞ്ഞതുപോലെ ആവില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇത് കേൾക്കുന്ന ആളുകളോട് ഒരപേക്ഷയാണ്. ഞാൻ സ്വാമിജിയുടെ അനുഗ്രഹത്തോടെ അനുവാദത്തോടെ ഉണ്ടാക്കിയിരിക്കുന്ന പുസ്തകം ഭഗവത്ഗീത യുദ്ധങ്ങളുടെ നിരാകരണവും ശാന്തിയുടെ സന്ദേശവും എന്ന പേരിൽ ഇറക്കിയിട്ടുള്ള പുസ്തകത്തിൽ വളരെ ചുരുക്കമായി മർമ്മപ്രധാനമായ എല്ലാ കാര്യങ്ങളും ചേർത്ത് സ്വാമിജിയുടെ പെർമിഷനോടുകൂടി അദ്ദേഹം ഒന്ന് നോക്കിയതിന് ശേഷം റിലീസ് ചെയ്യാൻ
സമ്മതിക്കുകയാണ് ചെയ്തത്. അത് പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഇതാണ് പുസ്തകം. ഈ പുസ്തകമാണ്. പുസ്തകത്തിനകത്ത് ഓരോന്നിൻ്റെയും പരമാവധി കൊടുക്കാവുന്ന വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ തീർച്ചയായും എന്നോട് ചോദിക്കാമെങ്കിൽ ഇതിൻ്റെ വിവരണങ്ങളെല്ലാം വ്യക്തതയോടുകൂടി മഹാത്മാക്കൾ വേറെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുകളിൽ ഉണർവുണ്ടായി, ധാരാളം ഉണർവുണ്ടായി. ആ ഉണർവ് അനുസരിച്ച് ധാരാളം അറിവുകൾ കിട്ടാൻ കൂടുതൽ ആചാര്യന്മാർ ശ്രമിച്ചു തുടങ്ങി. അവർ പലതും ഇതിനൊക്കെയുള്ള വിവരണങ്ങൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പരമാവധി ആളുകളിൽ ഇത് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ അവസാനം കൊടുത്തിരിക്കുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് ഞാൻ ഒന്ന് വായിക്കുകയാണ്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഝണൽക്കാരം പൊഴിക്കുന്ന ആയുധങ്ങളുമായി കൗരവ പാണ്ഡവ ഭേദമന്യേ വികാരവിജൃംഭിതരായി 11ഉം 7ഉം ഉൾപ്പെടെ 18 അക്ഷൗഹിണികളായി നിരന്നു നിൽക്കുന്ന ക്ഷാത്ര തേജസ് ഒരു ഭാഗത്ത്, അതിനെ നേരിടാൻ ഒറ്റയ്ക്ക് നിരായുധനായി വിചാരവാനായി നിൽക്കുന്ന കൃഷ്ണൻ മറുഭാഗത്ത്. ഇതാണ് നാം ഭഗവത്ഗീതയിൽ കാണുന്ന അഥവാ കാണേണ്ട മർമ്മപ്രധാനമായ രംഗം. ഇനിയും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഭഗവാൻ യുദ്ധോത്സുകനായിട്ടല്ല നിൽക്കുന്നത്, യുദ്ധത്തിനെതിരായി മാർഗനിർദ്ദേശം ചെയ്യുന്ന ഒരു മഹാത്മാവായി തന്നെ നമ്മൾ കാണാൻ ശ്രമിച്ചില്ലെങ്കിൽ കുഴപ്പമാകും. കൃഷ്ണനെ പാണ്ഡവരോട് ചേർത്ത് വെച്ച് കാണുന്നത് പഠിക്കുന്നവൻ്റെ വികാരമാണ്. കൃഷ്ണൻ യുദ്ധവികാരത്തിനു വെളിയിലാണ്. ഒരിക്കലും ഒരിടത്തും യുദ്ധവികാരത്തോട് ചേർന്ന് ഭഗവാനെ നമുക്ക് കാണാനാവില്ല. ഒരു ഭഗവാന്മാരെയും കാണാൻ ഒക്കില്ല. യുദ്ധങ്ങൾക്കും യുദ്ധതന്ത്രങ്ങൾക്കും ആയോധന വിദ്യകൾക്കും ഒന്നും ഒരിക്കലും എത്തിനോക്കാൻ കഴിയാത്ത ഋഷികേശൻ്റെ ആ സർവഭൂത അന്തര്യാമിയുടെ അത്യന്തസുന്ദരമായ ഗീത യുദ്ധത്തിൻ്റെ മാറ്റലുകൾക്കിടയിൽ നാം മറന്നു പോകുന്നു. അഥവാ യുദ്ധോത്സുകരായ കൗരവ പാണ്ഡവരോടൊപ്പം ചേർന്ന് നാമും മറ്റൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു. ഇതാണ് നമ്മൾ ഈ കാലം അത്രയും ഭഗവത്ഗീതയും കക്ഷത്തിൽ വെച്ചുകൊണ്ട് കയ്യിൽ വെച്ചുകൊണ്ട് നടന്ന് പറയാൻ ശ്രമിച്ചത്. കൗരവ പാണ്ഡവരോട് എന്ന് നമ്മൾ യുദ്ധം ചെയ്യാൻ നിൽക്കുന്നു. യുദ്ധോത്സുകനല്ലാതെ യുദ്ധത്തിനെ എതിർക്കുന്ന ആ ഭഗവത് വചനങ്ങളെ എന്തുകൊണ്ടോ നമ്മൾ മറന്നു പോകുന്നു. അങ്ങനെ കൃഷ്ണനെയും ഭഗവത്ഗീതയെയും നാം ഇതുവരെ മറക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഡീറ്റെയിൽസ് ഇത് വ്യക്തമായിട്ട് തരുന്നുണ്ട്. ഇത് ഗുരുജിയുടെ കയ്യിൽ കുറച്ച് കോപ്പി കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് അദ്ദേഹത്തിൽ നിന്ന് വാങ്ങാവുന്നതാണ്. നേരിട്ട് എന്നിൽ നിന്നും വാങ്ങാവുന്നതാണ്. എൻ്റെ അഡ്രസ്സും വേണേൽ അദ്ദേഹം തരും. അവിടെ കിട്ടുകയാണെങ്കിൽ നിൽക്കും. ഇത് ഞാൻ കൂടുതൽ വിവരിക്കാൻ പോകാത്തതിനൊരു കാരണമുണ്ട്. എത്ര വിവരിച്ചാലും ശരി, ഭഗവത്ഗീത യുദ്ധത്തിനല്ല എന്ന് സ്വാമിജി പഠിപ്പിച്ചതുപോലെ വേറൊരു ആചാര്യനെ കൊണ്ട് പറയാൻ ഒക്കുമെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ചിലപ്പോൾ തോന്നിയവരുണ്ടാകാം. പക്ഷേ അങ്ങനെയുള്ളപ്പോൾ അതിൻ്റെ മർമ്മം മാത്രം പറഞ്ഞിട്ട് ഇത് ഭഗവത്ഗീത യുദ്ധത്തിനല്ലെന്നും ഈ യുദ്ധം വ്യാസഭഗവാന്റെ ഭാവനയിലൊടുത്ത് ഒരു യുദ്ധം ചെയ്താലുണ്ട അനന്തരഫലങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്നും ഉള്ള ഒരു ഗ്രന്ഥമായിട്ട് മഹാഭാരതത്തിൽ നിന്നും അടർത്തി മാറ്റിയ ഒരു മഹാഗ്രന്ഥമായി നാം ഇത് പഠിക്കണം. അപ്പോൾ 3 ഗ്രന്ഥങ്ങൾ നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത് ഓർക്കേണ്ടതാണ്. തീർച്ചയായും ഇത് പഠിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. തീർച്ചയായും ഇത് പ്രയോജനപ്രദമാകും എന്ന് ഉദ്ദേശിക്കുന്നു. ഇതിലെന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടവർക്ക് തീർച്ചയായും എന്നെയോ അല്ലെങ്കിൽ ഗുരുജിയോ ആശ്രമത്തിലുള്ള ആരെയെങ്കിലും സമീപിക്കാവുന്നതാണ്. അവർ വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ തരുമെന്ന് ഞാൻ പ്രത്യേകം പറയുന്നു. എത്ര മാത്രം വിവരിച്ചാലും ശരി, ഇത് ഗുരുദേവൻ സ്വാമിജി പറഞ്ഞതുപോലെ പറയാൻ എന്നാലാവില്ലെന്നും അല്ലെങ്കിൽ ഇത് ഞാൻ പുസ്തകത്തിൽ പറഞ്ഞത് തന്നെ വായിക്കുന്നത് ഒരു ഓക്വേർഡ് ആകുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിന് മുതിരാത്തത്.
ഇതും ഇതുപോലുള്ള ഗ്രന്ഥങ്ങളുമൊക്കെ ശരിയായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ഭഗവത് കൃപയാണ് അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് കിട്ടിയത്. എനിക്ക് മാത്രമല്ല, അപൂർവം ചില ആൾക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും അതിന് ശ്രമിക്കുന്ന ഈ ആളുകളെ ഞാൻ ഭക്തിപൂർവം നമസ്കരിക്കുന്നു. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാമൃതയംഗമയ ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.